കഴിഞ്ഞ കുറച്ച് ദിവസമായി റായ്ബറേലിയിലും അമേഠിയിലുമുണ്ട്. എനിക്കൊപ്പം മാതൃഭൂമിയുടെ മുതിർന്ന വളരെ കാലമായി തിരഞ്ഞെടുപ്പും മറ്റും റിപ്പോർട്ട് ചെയ്യുന്ന എൻ അശോകൻ, മാതൃഭൂമി ന്യൂസിൻ്റെ റീജിയണൽ ഹെഡ് പി പസന്ത് എന്നിവരുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളിവിടെ ഉണ്ട്. ഇപ്പോൾ റായ്ബറേലിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് നമ്മൾ തത്സമയം ഈ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അശോകേട്ടനിലേക്ക്. അശോകേട്ട, കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി അശോകേട്ടൻ റായ്ബറേലി അമേഠിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇവിടെ വന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച എന്താണ് ഇവിടെ ഒരു ഫീൽ ജനങ്ങളുടെ? ഞാനിവിടെ 84 മുതൽക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. 84 അന്ന് രാജീവ് ഗാന്ധി ആയിരുന്നു അമേഠിയിലെ സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥി. അരുൺ നെഹ്റു ആയിരുന്നു അന്ന് റായ്ബറേലിയിലെ സ്ഥാനാർത്ഥി. അപ്പോൾ ആ കാലം മുതൽക്ക് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാലത്തെ അപേക്ഷിച്ച് റായ്ബറേലിയും അമേഠിയും വളരെയധികം പുരോഗതി കാണാൻ പറ്റുന്നുണ്ട്. ബസ്നട്ട, എങ്ങനെയുണ്ട് ഒരു ആവേശം ആളുകൾ കാണാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസം റാലികളിലൊക്കെ പങ്കെടുത്തല്ലോ, എങ്ങനെ ആ ആവേശം പറഞ്ഞിട്ട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് പോകാം. ഇല്ല, കഴിഞ്ഞ ദിവസം മഹാരാജ്ഗഞ്ചിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട റാലി നടന്നത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ആവേശകരമായ ഒരു റാലി തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെയധികം ചെറുപ്പക്കാരും യുവാക്കളും വനിതകളും ഒക്കെ തന്നെ പങ്കെടുത്ത റാലി തന്നെയായിരുന്നു അത്. അതിൽ ആ ഭാഗത്ത് മഹാരാജ്ഗഞ്ചിലുള്ളവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്ര അടുത്ത കാലത്ത് ഇത്രയും വലിയൊരു റാലി ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തന്നെ വലിയ ആവേശത്തോടെയായിരുന്നു. ഈ KC ഒക്കെ സജീവമായിട്ട് ഇവിടെ ഉണ്ട് ബസ്നേട്ടാ. KC ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ ഇന്നലെ പൂർണ്ണ സമയവും ഈ റാലിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം അമേഠിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സംഘടനാപരമായി കോൺഗ്രസ് ഈ രണ്ട് മണ്ഡലങ്ങളും ഇത്തവണ എങ്ങനെയെങ്കിലും നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ തവണ അമേഠിയിലെ പരാജയം ഇത്തവണ അത് വിജയമാക്കി മാറ്റുക എന്നുള്ളതാണ്. റായ്ബറേലിയിൽ സോണിയാഗാന്ധി കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തവണ രാഹുൽ ഗാന്ധി വരുമ്പോൾ അത് വർദ്ധിക്കും, മുകളിലേക്ക് ആക്കുമെന്നുള്ളത്. അതാണ് അവരുടെ വിലയിരുത്തലും അല്ലെങ്കിൽ അവരിപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളും ആ രീതിയിൽ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. KC ആയിട്ട് ഞാൻ നമ്മുടെ വോട്ടർ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്നു കുറച്ച് സമയം മുൻപ്. KC ഇവിടുത്തെ ചിത്രമൊക്കെ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. വോട്ടർ സൈക്കിൾ ഡയറിയോടൊപ്പം കൂടി KC വേണുഗോപാൽ ചേരുന്നു. ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് പോയിട്ട് വരാം. KC നമുക്കൊപ്പം ചേരാണ്. വോട്ടർ സൈക്കിൾ ഡയറിക്കൊപ്പം. KC, നിയമം ലംഘിക്കണ്ട. ഓക്കെ, പ്രധാനപ്പെട്ട നേതാക്കളല്ലേ KC? എല്ലാം വരിഷ്ഠ നേതാക്കൾ ഹേ ഹമാരാ. എങ്ങനെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട്? ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂടി. നാളെ കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആവേശഭരിതരായിട്ടുള്ള ജനങ്ങളുടെ റാലികളിൽ കണ്ടത് ബസന്തുണ്ടായിരുന്നു. ഇവിടെ വലിയ ആൾക്കൂട്ടം മാത്രമല്ല, ഉള്ള ആൾക്കൂട്ടത്തിന്റെ ഇൻവോൾവ്മെന്റ്. സാധാരണ അങ്ങനെ പബ്ലിക് മീറ്റിംഗിൽ ആൾക്കൂട്ടം ഉണ്ടാവും നമ്മൾ അറേഞ്ച് ചെയ്താൽ. പക്ഷേ ഈ അറേഞ്ച് ചെയ്ത ഓരോ ആളും അതിനകത്ത് ഇൻവോൾവ് ചെയ്തൊരു മീറ്റിംഗ് ആയിരുന്നു ഞാൻ കണ്ടത്, 4 ഇടത്തും കണ്ടത്. പിന്നെ പ്രിയങ്ക ഗാന്ധി ഒരു സ്ഥാനാർത്ഥിയാനൊക്കെ കൂടുതൽ അധ്വാനിക്കാൻ നീട്ടുന്നത്. 9 മണിക്ക് വിടും. ഞങ്ങൾ രാവിലെ 9 മണിക്ക് എന്നോട് വരാൻ പറഞ്ഞ് 9 മണി മുതൽ ഇവിടെ മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി. ഇനിയിപ്പോൾ രാത്രി 10 മണിക്കാണ് വരിക. 10 മണിക്ക് വന്നാൽ വീണ്ടും ഇത്തരം മീറ്റിങ്ങുകളുണ്ട്. കുറച്ച് 2 മണി വരെയൊക്കെ നിൽക്കും. എന്നിട്ട് പിന്നെ വീണ്ടും രാവിലെ 8 മണിക്ക് നിൽക്കും. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ കഠിനാധ്വാനം വളരെ വളരെ നന്നായിട്ട് അത് ഗാന്ധി കുടുംബം ഈ മണ്ഡലങ്ങളെ പ്രസിദ്ധീകരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഈ മണ്ഡലത്തിൽ അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ജനങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കിഷോർലാലിനെ അറിയാത്ത ഒരു കൊച്ചുകുട്ടി പോലും അമേഠിയിലില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം, സോഫറായിട്ടുള്ള സമീപനം, പിന്നെ ഉള്ള കോൺഗ്രസുമായിട്ട് അടുക്കാത്ത സമൂഹങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി പിന്നെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നാണ് നമുക്ക്. അമേഠി ഇത്തവണ വിട്ടുകൊടുക്കൂല എന്നുള്ളത് തന്നെയാണ്. അമേഠി ഞങ്ങളെ പ്രസ്റ്റീജാണ് അമേഠി. ഫണ്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തിയ പൈസ പോലും അതിലായി പോയി. എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു ഇപ്പോൾ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും പ്രയാസകരമായ കാര്യം അത് തന്നെയാണ്. പക്ഷെ ഒരു ഗുണം കിട്ടിയത് ഈ പബ്ലിസിറ്റി വന്നതോടുകൂടി, ഞങ്ങളെ ഫണ്ട് വരവിപ്പിച്ചു വന്നതോടുകൂടി ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കിടയിൽ അങ്ങ് തന്നെ ഒരു മാനസികാവസ്ഥ വന്നു. അവിടെ ലോക്കലായിട്ടുള്ള പാർട്ടിക്കാരുടെ സഹായം അവർക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ലോക്കലായിട്ട് തന്നെ ഇത് മാനേജ് ചെയ്യണമെന്നൊരു ചിന്താഗതി അവർക്ക് വന്നിട്ടുണ്ട്. ആർഭാടങ്ങളില്ല, വലിയ 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 അവരും ചിലവാക്കുന്നതിൻ്റെ 10-1 അടുത്തോട്ട് എത്താൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ
അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നടത്തി പോകാനുള്ള കാര്യങ്ങൾ സ്ഥാനാർത്ഥികൾ മുഖാന്തരം ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പ്രതിസന്ധിയില്ല. പ്രതിസന്ധികൾ അത് ഞാൻ പറഞ്ഞില്ല, പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഇലക്ഷൻ്റെ രീതിയിലല്ല, പ്രയാസത്തോടു കൂടി തന്നെ അവൾ ചെയ്യുന്നുണ്ട്. രാജ്യത്താകമാനമുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയുണ്ട്. അതിനിടയിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾ ഡയറി ശ്രദ്ധിക്കലുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ പിന്നെ തമിഴ് ഗ്രാമത്തിലൊക്കെ ഡൽഹിയിൽ പോയ വാർത്ത ഞാൻ കണ്ടിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അവിടെ പോയിട്ട് ഡൽഹിയിലത്തെ തമിഴ് വോട്ടർമാരുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഒരു നവീനമായ രീതിയായിട്ട് എനിക്ക് തോന്നി ഈ മോട്ടോർ സൈക്കിളിലെ ഈ യാത്ര. ജയിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്തായാലും KC ആശംസകൾ. താങ്ക് യു വെരി മച്ച്. മാതൃഭൂമിയോട് ഇങ്ങനെ ഈ പുതിയ രീതിയിൽ സംസാരിക്കാൻ പറ്റിയത് ഐ ആം ഓൾസോ ഹാപ്പി. അത് റായ്ബറേലിയുടെ മണ്ണിൽ ഗാന്ധി കുടുംബവുമായി ബന്ധപ്പെട്ട ആരെ നിർത്തിയാലും വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി. അവിടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? 2.5 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമോ രാഹുൽ ഗാന്ധിക്ക്? എന്നിട്ട് ദില്ലിയിലേക്ക് നടന്നുപോയി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ എന്നതാണ് ചോദ്യം. അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് റായ്ബറേലിയിലെ കാര്യം ഒന്നുകൂടി ചർച്ച ചെയ്യാം. അശോകട്ട 84 മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അന്ന് റായ്ബറേലിയിലെ ഒരു ശക്തി കോൺഗ്രസ് എന്തായിരുന്നു, ഇന്ന് എന്താണ്? 84-ന് ശേഷം ഇവിടെ UP സ്വാധീനിച്ചത് മണ്ഡൽ മന്ദിർ പൊളിറ്റിക്സ്. അതിനിടയിൽ കോൺഗ്രസ് കുറച്ച് ഇളകിപ്പോയി. 98-ല് കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ വെച്ചാൽ റായ്ബറേലിയിൽ അശോക് സിംഗ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. അത് തന്നെ അന്ന് കോൺഗ്രസ് 4ാം സ്ഥാനത്തേക്ക് പോയി BSPക്കും SP-ക്കും. പിന്നീട് സോണിയാഗാന്ധി വന്നിട്ടാണ് ഇത് വീണ്ടും ഗാന്ധി ഫാമിലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അമേഠി റായ്ബറേലി രണ്ടും ഗാന്ധി കുടുംബത്തിൻ്റെ തറവാടായി, ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലങ്ങളായി ആണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് കഴിഞ്ഞ 2019 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേഠി കോൺഗ്രസിന് നഷ്ടമായി. റായ്ബറേലി ഇത്തവണ നഷ്ടമാകുമോ എന്നുള്ളൊരു സംസാരം വരെ വന്നു. പ്രത്യേകിച്ചും ബി ജെ പിയിൽ നിന്ന് വെല്ലുവിളികളും ഒക്കെ വന്നു. അങ്ങനെ ആ ഒരു ഘടകം കൂടി രാഹുൽ ഗാന്ധി റായ്ബറേലിയെ എടുക്കുന്നതിന് കാരണമായി. അതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. റായ്ബറേലിയിൽ രാഹുൽ വരാനുള്ള സാഹചര്യം എന്താണ്? രാഹുൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഈ 2 ചോദ്യങ്ങൾക്കാണ് ബസ്നാട്ടിൽ നിന്ന് മറുപടി. ഇതിലെ ഒരു കാര്യം ആലോചിക്കേണ്ട, അമേഠി കഴിഞ്ഞ തവണ തോറ്റു. ഇത്തവണ ജയിക്കുമോ എന്നുള്ളൊരു സംശയം കോൺഗ്രസിന് ആദ്യമേ തന്നെ ഉണ്ട്. വീണ്ടും പരാജയപ്പെടുന്നത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാകാം. 2, റായ്ബറേലി സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ്. അത് നിലനിർത്തേണ്ട ഒരു ആവശ്യകത കോൺഗ്രസിനുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി അല്ലാതെ വേറൊരു സ്ഥാനാർത്ഥി അവർ കണ്ടെത്താൻ കഴിയില്ല. പിന്നെ ഉള്ളത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ പ്രചരണത്തിന് മാത്രമേ ഉള്ളൂ, മത്സരത്തിനില്ല എന്നുള്ള. കോൺഗ്രസിന് വേണ്ടി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. മറ്റ് സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇവിടെ ഞാൻ ടൈഡപ്പായി പോകുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ അതിലൊരു വിരോധാഭാസമുണ്ട്. ഇപ്പോൾ 18-ാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുകയാണ് സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നെ മത്സരിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ദിനേശ് സിംഗ് ആണ്. ദിനേശ് സിംഗ് സംസ്ഥാന മന്ത്രിയാണ്. നേരത്തെ കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിൻ്റെ ജില്ലാ പരിഷത്ത് ചെയർമാനായിരുന്നു. പലതരത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും നേടിയ ശേഷം BJPയിലേക്ക് പോയ ഒരാളാണ്. ഠാക്കൂറാണ്. കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 1.85 കൊണ്ട് നിർത്തിയ ആളാണ്. അപ്പോൾ ഭൂരിപക്ഷം 2.5 ലക്ഷത്തോളം കുറഞ്ഞ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ദിനേശ് സിംഗിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ചെറുതല്ല. അത് കുറച്ച് കാണിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അബദ്ധവുമാണ്. അമേഠിയിൽ പറ്റിയ പോലെ കളയാൻ പറ്റുന്ന സ്ഥാനാർത്ഥി അല്ല എന്നുള്ളതാണ്. എന്തായാലും ബസ്നാട്ട് രാവിലെ നമ്മളിവിടെ വന്നപ്പോൾ റായ്ബറേലിയിലെ ജനങ്ങളോട് സംസാരിച്ചിരുന്നു. അവരുടെ മനസ്സെന്താണെന്ന് അറിയാനുള്ള ശ്രമം നടത്തിയിരുന്നു. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. റായ്ബറേലിയിലെ ജനങ്ങൾ എന്തു പറയുന്നു നമുക്ക് കണ്ടുവരാം. ഇടത്തോട്ട് റായ്ബറേലി, വലത്തോട്ട് അമേഠി. അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടാണ്? അമേഠിക്ക് പോകാൻ രാഹുൽ ഗാന്ധി പേടിച്ചല്ലോ. ഇടത്തോട്ടല്ലേ പോയത് റായ്ബറേലിക്ക്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? പോവാ. റായ്ബറേലി തന്നെ തിരിഞ്ഞോ? റായ്ബറേലി എത്തിയ സ്ഥിതിക്ക് ആൾക്കാരോടൊന്ന് ചോദിച്ചു നോക്കാം, രാഹുലാണോ മോദിയാണോ, രാഹുൽ ജയിക്കുമോ പ്രധാനമന്ത്രി ആവുമോ എന്നൊക്കെ. मोदी सरकार आएगी। രാഹുൽ कैसे? 12 बजे से राहुल बढ़िया है। राहुल बढ़िया है लेकिन आएगी योगी सरकार आएगी। हर हर मोदी घर घर मोदी। റായ്ബറേലിയിൽ മോദിക്ക് വലിയ ആരാധകരൊക്കെ ഉണ്ട് കേട്ടോ. बुलडोजर लगा के फेंक दिए। ബുൾഡോസർ യോഗി ജി. ബുൾഡോസർ ബാബയുടെ ആരാധകരാണ് ഞങ്ങൾ അവർ പറയുന്നത്, യോഗിജിയുടെ. अब क्या सोच रहे हैं इधर कौन है?
अरे क्या सोच रहे हैं, दिहाड़ी हमको मजदूरी करना और क्या करना है। देखिए, राहुल गांधी की सरकार में हम लोग कभी परेशान नहीं हुए। रोजी रोजगार था, मेहनत हमें जब भी करना है और अभी भी करना है। തൊഴിൽ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. തൊഴിൽ വേണം, അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. बीजेपी ने कुछ नहीं कराया। सोनिया गांधी बहुत अच्छा फैक्ट्री बंद हो गई. हाँ भाई, सारी फैक्ट्री बंद है यहाँ मिलेरिया की, सब फैक्ट्री बंद हो चुकी है। सोनिया गांधी के राज में सारी फैक्ट्री चलती थी, इंदिरा गांधी चलती थी, उससे बीजेपी पूरे देश को लूट लिया उसने। രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി बनेगा? हाँ बनेगा, और बनेगा, राहुल बनेगा। राहुल गांधी। क्यों राहुल? क्यों राहुल? क्योंकि उसने काम किया, इन्होंने कौन काम किया? मोदी साथ मोदी മോദി? രാഹുൽ അല്ല, മോദിയാണ്. മോദി കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് റായ്ബറേലിയിൽ നിന്ന്. कौन जीतेगा इधर? कांग्रेस। इधर कौन जीतेगा? भैया हम कहा बताएं। റായ്ബറേലിയിൽ ഒരു തടിമില്ലാണ്. കുറെ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. कट्टर कांग्रेस ही है। कांग्रेस ने तो पूरे भारत को उंगली पकड़ चलना सिखाया। രാഹുൽ ഗാന്ധി जीतेगा? जीतेगा पक्का? पक्का। केरल से कोഴിക്കോട്, कोഴിക്കോട് वयनाड के पास. हमारे पिताजी भी भक्त हैं, हमारा गांव भी भक्त है। बिल्कुल जीतेगा। बिल्कुल जीतेगा. പണ്ട് മുതലേ കോൺഗ്രസിന്റെ ആൾക്കാരാണ്. അച്ഛനും അപ്പൂപ്പനും ഒക്കെ കോൺഗ്രസ് ആയിരുന്നു. ഉറപ്പായിട്ടും ജയിക്കുന്ന പറയുന്നത്. രാഹുൽ जीतेगा? जी, प्रधानमंत्री बन गए? प्रधानमंत्री तो बन सकता है। थोड़ा प्रॉब्लम है? क्या यहाँ से नहीं प्रॉब्लम है, हाँ, इधर नहीं प्रॉब्लम. इधर नहीं प्रॉब्लम। ഓ, ഉധർ ദില്ലി से थोड़ा प्रॉब्लम. हाँ हाँ, उधर से प्रॉब्लम हो सकती है। ഇവിടെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഡൽഹിയിൽ കുറച്ച് പ്രശ്നമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ गांधी कैसे है? एकदम एक नंबर पे चल रहे। एक नंबर. हमारा वायनाड एमपी केरला. अच्छा, सब लोग राहुल, जितने लोग सब लोग राहुल। पूरा राहुल. राहुल 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 भाई साहब एक मिनट. ठीक है, बढ़िया, जीतेगा? फर्स्ट क्लास, जीतेगा? प्रधानमंत्री हो गया? जीतेगा पक्का। ഇവിടെ നമ്മൾ കാണുന്നത് രാഹുൽ ഗാന്ധിക്ക് വലിയൊരു പിന്തുണയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ മോദി വേണം എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ പിന്തുണ കൂടുതൽ രാഹുലാണെന്ന് തോന്നുന്നു. രാഹുൽ ജയിക്കും, പ്രധാനമന്ത്രിയാകും എന്നെല്ലാം പറയുന്നവരുണ്ട്. പ്രധാനമന്ത്രിയായി മോദി വേണമെന്ന് പറയുന്നവരുണ്ട്. രാഹുലിന്റെ ഭരണമായിരുന്നപ്പോൾ നല്ലതായിരുന്നു, ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ ജോലിയില്ല എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും റായ്ബറേലിക്കാരുടെ മനസ്സ് കൂടുതലും രാഹുലിനൊപ്പമാണ് എന്നാണ് ആളുകളോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി എനിക്ക് തോന്നിയത്. ഇനിയും ദിവസങ്ങളുണ്ട്, കൂടുതൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അതേക്കുറിച്ച് ഇനിയും പറയാമെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് അമേഠിയിലേക്ക് കൂടി പോകണം. വസന്തേട്ടൻ അമേഠിയിൽ പോയിരുന്നു, സ്മൃതിയെ കണ്ടിരുന്നു. എന്താണ് അമേഠിയിലെ ഒരു കാഴ്ച? സ്മൃതി ഇറാനി എന്തൊക്കെയാണ് പറയുന്നത് വസന്തേട്ടാ? സ്മൃതി ഇറാനിയെ ഇന്നലെ വൈകിട്ടാണ് നമ്മൾ കാണുന്നത്. സ്മൃതി ഇറാനിയെ കാണുമ്പോൾ ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ സംസാരിക്കാൻ വേണ്ടിയാണ് സ്മൃതി ഇറാനി അവിടെ എത്തിയിരുന്നത്. അപ്പോൾ സ്മൃതി ഇറാനി പറയുന്ന 2 കാര്യങ്ങൾ പ്രധാനമായിട്ടുമുള്ളത്, രാഹുൽ ഗാന്ധി ഇവിടെ തോക്കും, റായ്ബറേലി തോക്കും, അമേഠിയിൽ നിന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെയും തോക്കും, ഗാന്ധി കുടുംബം ഒളിച്ചോടുകയാണ് ചെയ്തത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെ അന്ന് കോൺഗ്രസിന്റെ തീരുമാനം വന്ന അന്ന് മുതൽ പറയുന്ന ഒരു ഇത് മാത്രമാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, സ്മൃതി ഇറാനിക്ക് ഒരു ആത്മവിശ്വാസം വലിയ കൂടുതലാണ്. അമേഠിയെ സംബന്ധിച്ചിടത്തോളം വന്ന സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി KL ശർമ്മയാണ്. വർഷങ്ങളോളം ഗാന്ധി കുടുംബത്തിൻ്റെ ഈ മണ്ഡലം, റായ്ബറേലി മണ്ഡലം നോക്കി നടത്തിയിരുന്ന ഒരാൾ. അപ്പോൾ ആ നിലയ്ക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ പിന്നെ BJP വെച്ച് പുലർത്തുന്നുണ്ട് ഇപ്പോഴും. അതാണ് അതിൽ ദിവസം. നമുക്ക് സ്മൃതിയുടെ ആ സംസാരം കണ്ടിട്ട് വരാം. സ്മൃതിയുടെ പ്രതികരണത്തിലേക്ക്. Why do you think that Rahul refused to contest from Amethi? Because he was losing. He lost last time, he's losing this time again. Not only he, but across, even if any other family member would have come, they would have lost. In Raebareli, what are his prospects? He's losing. He's losing. Yeah. Now, see, the biggest, I think, dilemma for the Congress party is they projected the first family of the Congress party as though they are extremely adored. But today, Congress party members and the Gandhi family itself has to do neighborhood meetings of 10-15 people each. Now, what does that tell you about their prowess in the so-called bastion? so you believe that Gandhi family doesn't hold any kind of... Well, they lost here. But that was saying that one... But they would have fought again. If they were so sure of winning from here, they would have... അമേഠിയെ കുറിച്ച് നമുക്കിനിയും ഒരുപാട് പറയാനുണ്ട്. അമേഠിയിൽ പോയി വന്ന അശോകേട്ടനിലേക്കും പി ബസന്തിലേക്കും വീണ്ടും പോകാം. അശോക, അമേഠിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ട്രെൻഡ് എന്താണ് കഴിഞ്ഞ 2 ദിവസം?
അമേഠിയിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വളരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇത്തവണ കോൺഗ്രസിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഈ രണ്ട് മണ്ഡലങ്ങളും നോക്കി നടത്തിയിരുന്ന കെ എൽ ശർമ്മ വളരെ ബന്ധമുള്ള ഓരോ വീടുകളായിട്ടും ബന്ധമുള്ള ഒരു നേതാവാണ്. അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ കാസ്റ്റ്, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണൻ എന്നുള്ള നിലയിൽ ഒരു എയ്ഡഡ് ഫാക്ടർ കൂടി കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് വരും എന്നാണ്. അത് കോൺഗ്രസ്സുകാർ വളരെ ആവേശത്തോടു കൂടി ഇതാണ് വലിയ ജയിക്കുമെന്നാണ് പറയുന്നത്. നേരെ മറിച്ച് BJPക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രതീക്ഷിക്കുന്നത് കെ എസ് ശർമ്മ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണ വോട്ട് കിട്ടുമെന്നൊക്കെ ഉള്ളത് രാഹുൽ ഗാന്ധിയെക്കാളും പരിഗണന. അതിൽ വേറൊരു വിഷയം കൂടിയുണ്ട്. കെ എൽ ശർമ്മ ബ്രാഹ്മണനാണ് എന്ന് അവർ പറയുമ്പോൾ കഴിഞ്ഞ തവണ ഈ അപ്പർ കാസ്റ്റ് വോട്ടുകൾ അല്ലെങ്കിൽ സവർണ വോട്ടുകളൊന്നും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. മാത്രമല്ല ഇത്തവണ കോൺഗ്രസിൻ്റെ സഖ്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ സമാജ്വാദി പാർട്ടി ഉണ്ട്. ശക്തമായ യാദവ വോട്ട് ബേസ് ഉള്ള ഒരു പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. അപ്പോൾ യാദവ വോട്ട് ബേസ് കൂടി കോൺഗ്രസിലേക്ക് വരുന്നു, ബ്രാഹ്മൺ വോട്ട് ബേസ് കൂടി വരുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടുകൾ കൂടി വരുമ്പോൾ ഇവിടെ അമേഠിയിൽ ശർമ്മയ്ക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് കോൺഗ്രസിൻ്റെ ആൾക്കാർക്കുള്ളത്. ഈ ഒരു സമവാക്യം, ജാതി സമവാക്യം അമേഠിയിൽ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷയല്ല. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്കുള്ള കുറേ മൈനസ് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അവിടെ വരാത്ത വിഷയങ്ങളുണ്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടി അവർ പറയുന്നു. കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് മറ്റൊരു കാരണം പറയുന്നത് സ്മൃതി ഇറാനി നൽകിയ ചില മോഹന വാഗ്ദാനങ്ങളിൽ ആൾക്കാർ വീണുപോയി. 13 രൂപയ്ക്ക് പഞ്ചസാര കൊടുക്കും, 500 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളിൽ അവിടെ ഉള്ള എല്ലാവരും വീണുപോയി. ഇപ്പോൾ ഫുർസത്ഗഞ്ച് പോലൊരു സ്ഥലത്ത് ഞങ്ങൾ ഇന്നലെ ചെല്ലുമ്പോൾ അവിടെ ഉള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ പറഞ്ഞു കഴിഞ്ഞ തവണ ഞങ്ങൾക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി, പക്ഷേ ഇത്തവണ അത് ഉണ്ടാവില്ല. അവിടെ ഒരു മുസ്ലിം യാദവ കോമ്പിനേഷനോടൊപ്പം തന്നെ ഈ സവർണ്ണ വോട്ടുകൾ കൂടി ആഡ് ചെയ്ത് വരികയാണെങ്കിൽ അമേഠിയിലെ ഇപ്പോഴത്തെ ചിത്രം മാറുമെന്നുള്ളൊരു വിലയിരുത്തലുണ്ടാവും കോൺഗ്രസിൻ്റെതാണ്. എന്തായാലും വസന്തേട്ടൻ ഒരു ചായക്കടയിൽ പോയിട്ട് അമേഠിയിലെ സാധാരണക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. ആ സാധാരണക്കാർക്ക് അമേഠിയിലെ മത്സരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കണമായിരുന്നുള്ള അഭിപ്രായം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമേഠിയിലാണ്. ഇവിടെ ഒരു ചായക്കടയിലേക്ക് ജനങ്ങൾ വലിയ കൂട്ടത്തോടെ തന്നെ ഉണ്ട്. നമുക്ക് ഇവരോട് ചോദിക്കാം, രാഹുൽ ഗാന്ധിയുടെ ആ തീരുമാനം ശരിയായിരുന്നോ എന്നുള്ളത്. അമേഠി വിട്ട് റായ്ബറേലിയിലേക്ക് പോകുന്നു. അമേഠിയിൽ കഴിഞ്ഞ തവണ 50,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. നമുക്ക് ഇവരോട് ചോദിക്കാം. राहुल गांधी इस बार क्यों अमेठी क्यों नहीं लड़ा? अब उनकी इच्छा की बात है। वो निर्णय सही था? नहीं, गलत था। यहाँ लड़ना चाहिए था। राहुल गांधी का डिसीजन ठीक था या बहुत ही ठीक डिसीजन था। या मत लड़ना चाहिए, वो रायबरेली के? वो रायबरेली के लिए ठीक था। हाँ, वो ठीक था। राहुल गांधी क्यों नहीं अमेठी में खड़ा हुआ? राहुल रायबरेली फिर कौन लड़ता? नहीं, यहाँ क्यों नहीं आया? अब सोनिया गांधी ने राज्यसभा चली गई तो रायबरेली कौन लड़ता? जिम्मेदार तो वही हैं। लेकिन अमेठी भी कांग्रेस का जगह है ना। कांग्रेस रायबरेली दोनों अमेठी का जगह है। वहाँ से दोनों डील हो जाएंगे राहुल गांधी। तो अमेठी में शर्मा जी जीतेगा? कन्फर्म है, लिख लीजिए। एक बार गलती हो गई लोगों से, अब बार बार थोड़ी होगी गलती। राहुल गांधी अगर यहाँ अमेठी में खड़े हो नहीं, तब हम लोग कांग्रेस को वोट देंगे ना, प्रत्याशी से नहीं। मतलब हम लोगों को गांधी परिवार से मतलब है। महंगाई भी प्रॉब्लम है। हाँ, महंगाई प्रॉब्लम तो है, पर घटेगी नहीं चाहे कोई भी सरकार आए। सरकार चाहे जो है, महंगाई पे कंट्रोल नहीं हो सकता। इस बार तो शर्मा जी हारेंगे? हाँ पक्का 100%। न पिछली बार जिताया था न अब की भी जिताएंगे। रायबरेली में राहुल गांधी अगर जीतेगा कहीं खाता नहीं खुलेगा। किस आधार पर राहुल गांधी को लाना चाहते हो आप? देश को का बट्टा धार में भी नहीं हो का राहुल का लाए के क्या करियो बताओ हम का? ऐसे आदमी को लाने से क्या मतलब? രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ 2.5 ലക്ഷം വോട്ടിന് ജയിക്കുമായിരുന്നു എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. അതേസമയം കോൺഗ്രസ് ഉത്തർപ്രദേശിൽ പോലും ഒരു സീറ്റിൽ പോലും ജയിക്കില്ല എന്നാണ് ഈ നാട്ടുകൂട്ടം പറയുന്നത്. അതോടൊപ്പം തന്നെ മോദിക്കാണ് വോട്ട്, സ്മൃതി ഇറാനിക്കല്ല വോട്ട്. മോദിക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും, വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യും. അമേഠിയിൽ ഇപ്പോഴും ഇതൊരു ചർച്ചാ വിഷയമാണ്. കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ഇടം തിരികെ പിടിക്കാൻ ജാതിയെ കൂട്ടുപിടിക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ ആ ചിന്തയിലേക്ക് പോകേണ്ടി വരുമോ, ആ വോട്ടുകളെ ആശ്രയിക്കേണ്ടി വരുമോ കോൺഗ്രസിന് എന്നതാണ് ചോദ്യം. പി. ബസന്ത് അവിടെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. ബസന്തേട്ട, എന്താണ് ആളുകൾ പറയുന്നത്? ജാതി
അല്ല, പ്രധാനപ്പെട്ട ഇതാണ് എന്ന് വെച്ചാൽ ഒരു രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ ലഭിക്കാത്ത വോട്ടുകൾ ഇത്തവണ വരുന്നു എന്നുള്ള ഒരു സൂചനയാണ്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ സമാജ്വാദി പാർട്ടി വേറെയായിരുന്നു മത്സരിച്ചത്. അപ്പോൾ സമാജ്വാദി പാർട്ടിയുടെ വോട്ടുകൾ കൂടി ഇത്തവണ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി കോൺഗ്രസിന് വരുന്നു. അപ്പോൾ അത് ആഡഡ് അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് നാട്ടുകാർക്കുള്ളത്. സാധാരണ നാട്ടുകാർ ആ തരത്തിലാണ് ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലൊരു സ്ഥലത്ത് ജാതി സമവാക്യം എന്ന് പറയുന്നത് വലുതാണ്. ജാതിയാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത്. ഒരാളെടുത്ത് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്നതിനേക്കാൾ ഉപരി ആദ്യം ചോദിക്കേണ്ടത് നിങ്ങൾ ഏത് ജാതി എന്നുള്ളതാണ്. ഞാൻ യാദവനാണ് എന്ന് പറയുകയാണെങ്കിൽ അവൻ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു, ബനിയ ആണെന്ന് പറയുകയാണെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജാതി വലിയ തോതിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ നാട്ടുകാർക്ക് തന്നെ ഈ രീതിയിൽ ഈ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജാതികൾ ഇന്ന രീതിയിൽ ഓരോ പെർസെൻറ്റേജ് വൈസുള്ള കാസ്റ്റുകൾ ഒന്നിക്കുമ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, രാഹുൽ ഗാന്ധിക്ക് ക്ഷമിക്കണം, കോൺഗ്രസിനുണ്ട്. അപ്പോൾ KL ശർമ്മ രാഹുൽ ഗാന്ധി നിന്നിരുന്നെങ്കിൽ ജയിക്കാമായിരുന്നു എന്നവർ പറയുന്നത് ഈ കണക്കുകൂട്ടലാണ്. സാധാരണക്കാർ അങ്ങോട്ട് പറഞ്ഞത് മത്സരിക്കാതിരുന്നത് തെറ്റ്, മത്സരിക്കണമായിരുന്നു, ജയിപ്പിച്ചേനും. ആ രീതിയിലാണ് അവരുടെ സംസാരം വന്നത്. അപ്പോൾ ആ രീതിയിൽ മത്സരിക്കേണ്ടിയിരുന്നു എന്നുള്ളതും ഒളിച്ചോടിപ്പോയി എന്നുള്ളത് അവർ സമ്മതിക്കുന്നില്ല. റായ്ബറേലി സംരക്ഷിക്കേണ്ടതാണ്, അത് ആവശ്യമാണ്, അതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോയി. പക്ഷേ ഇവിടെ മത്സരിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ പോലത്തെ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ലായിരുന്നു വിധി എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അവർ പറഞ്ഞു ഒന്ന് കേട്ടിട്ട് വരാം. അമേഠിയിലെ ജനങ്ങൾ പറയുന്നു വീണ്ടും ജാതി സമവാക്യത്തെ കുറിച്ച്. ये मानिए पूरा 100% जो है ब्राह्मण कांग्रेस की ओर झुक गया KL शर्मा के आने की वजह से। KL शर्मा पंडित जी के आने की वजह से पूरा एक तरफ वोट बैंक चला गया। अभी तक ऐसा नहीं, बहुत ज़्यादा 20-25% जाते थे बस कांग्रेस में। हाँ, पूरा इस बार 70 से 80% ब्राह्मण। ये तो कहना पिछली बार क्या हुआ था? पिछली बार कांग्रेस नेता एक की टांग एक खींचने के चक्कर में सीट चली गई कि राहुल गांधी उनको ज़्यादा पसंद कर रहे हैं, तो वो उनको इसमें चला गड़बड़ा गया। समझ रहे मत, मतलब एक नेता को राहुल गांधी पूछ रहे हैं, दूसरे को नहीं पूछ रहे हैं, तो हमको क्यों नहीं पूछ रहे हैं? इसमें आपसी इसमें और फिर बड़े नेता थे, थोड़ा सा दौड़ा कम किया, मैनेजमेंट कम सही था, इसमें गड़बड़ा गए। हर बार थोड़ी होगा आपकी मैनेजमेंट सही है, सब कुछ सही है। तो 100% आंख मूंद के कांग्रेस। पिछले 10 सालों में वैसे गवर्नमेंट ने कुछ किया भी नहीं। हाँ, कुछ भी नहीं, कुछ नहीं कि 13 रुपए किलो चीनी मिल तो रही है, देश तो रहा 13 रुपए किलो वाली चीनी से। അമേഠിയും റായ്ബറേലിയും മാത്രമല്ലല്ലോ പ്രധാനപ്പെട്ട ഇടങ്ങൾ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്നു. വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് കൂടി നമുക്ക് പറയാം. പ്രധാനമന്ത്രി വാരാണസിയിലേക്ക് ഇറങ്ങി. അല്ല, ഇന്നലത്തെ റോഡ് ഷോ തന്നെ അതിൻ്റെ ഒരു സൂചനയായിരുന്നു. അവിടെ സ്വാഭാവികമായിട്ടും വലിയ മത്സരമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കോൺഗ്രസ് അജയ് റായിയാണ് നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു. ഇത്തവണ പ്രധാനമന്ത്രി പത്രിക നൽകുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയുടെ സമയം നിശ്ചയിച്ച ഗണേശ ശാസ്ത്രിയെ ഒപ്പം ഇരുത്തിയാണ് അദ്ദേഹം ഇത് ഒരു വലിയൊരു കാഴ്ച വരുന്ന ഒരുക്കുകയായിരുന്നു. ബേസിക്കലി അത് ഒരു ഷോമാൻ എന്നുള്ള നിലയ്ക്ക് മോദി ഇത്തവണയും അത് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. വാരണാസിയിൽ വലിയ മത്സരമൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വാരണാസിയുടെ ഒരു വിഷയം എന്ന് പറയുന്നത് വാരണാസിയിലെ മോദിയുടെ സാന്നിധ്യം പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ബെൽറ്റിൽ ഉത്തർപ്രദേശിൻ്റെയും അതോടൊപ്പം തന്നെ ബീഹാറിലെ 40 സീറ്റുകളെയും അത് സ്വാധീനിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. 2014 മോദി വാരണാസിയിൽ വരുന്നത് തന്നെ ആ ഒരു കണക്കൂട്ടലായിരുന്നു. ഉത്തർപ്രദേശിൻ്റെ ഈസ്റ്റേൺ മേഖല അല്ലെങ്കിൽ കിഴക്കൻ മേഖലകളും അതോടൊപ്പം തന്നെ ബീഹാറിനെയും അത് സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത്തവണയും അത് തന്നെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് BJP വെച്ച് പുലർത്തുന്നത്. അത് മാത്രമല്ല, ഇപ്പം 4 ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ അതിന് വോട്ടിംഗ് ശതമാന കണക്കുകൾ പുറത്തു വന്നു. ചില സൂചനകളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നമുക്കൊരു വിലയിരുത്തൽ എന്നുള്ള നിലയിൽ പറയാനെന്താണ്? അല്ല, ഇതിൽ വിലയിരുത്തലെന്ന് പറയുന്നത് ഞാനീ പറയുന്നത് ഈ പല ഏജൻസികൾ നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകളുടെ ഒരു സം ആൻഡ് സബ്സ്റ്റൻസ് ആണ്. അവരാരും ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ കാര്യങ്ങളൊന്നും പുറത്ത് പറയില്ല. പക്ഷേ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ചില സൂചനകൾ അവർ നൽകുന്ന ഒന്ന് വലിയ തോതിൽ സ്ത്രീ വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ആർക്ക് അനുകൂലമായി പോകുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് അനുകൂലമായി വന്ന ഒരു ഘടകമാണ് ഈ സ്ത്രീ വോട്ടർമാരുടെ വോട്ട്. അതായത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ, ദക്ഷിണേന്ത്യ ഞാൻ എടുക്കുന്നില്ല, പക്ഷേ ഉത്തരേന്ത്യ പോലുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ 2 ഘട്ടം കഴിയുമ്പോൾ പിന്നെ ഉത്തരേന്ത്യയിലേക്കാണ് കയറുന്നത്. സെൻട്രൽ മേഖലകളിലേക്ക് കയറുമ്പോഴത്തേക്കും അത് സ്ത്രീകളുടെ വോട്ട് BJPക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ. 2 കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള ഒരു മാറ്റമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരംഗമോ ഒന്നും തന്നെ ദൃശ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റസ് ക്വോ ആയിരിക്കും അല്ലെങ്കിൽ തൽസ്ഥിതി തന്നെ ആയിരിക്കും തുടരുക എന്നുള്ള ചില സൂചനകൾ പല ഏജൻസികളുടെയും ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനർത്ഥം
ഇത് തന്നെ തുടർന്നേക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ. തുടർന്നേക്കും, പക്ഷേ 400-ലധികം എന്നൊക്കെ പറയുന്നത് അത് അതിലെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം എന്നുള്ളത്. പക്ഷേ വലിയ തോതിലുള്ള ഒരു മാറ്റത്തിന്റെ ഒരു ലാഞ്ചനയും ഒരിടത്തും കാണുന്നില്ല. യെസ്.